മഞ്ജു വാര്യർ, പത്മപ്രിയ, സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ, ഛായാഗ്രഹൻ രാജീവ് രവി തുടങ്ങിയ സമിതിയങ്ങൾക്കൊപ്പമാണ് ആരോപണ വിധേയനായ മുകേഷിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺക്ലേവ് ഇരകളെയും വേട്ടക്കാരെയും ഉൾപ്പെടുത്തിയാകരുതെന്ന് വിമർശനം ഉയരുമ്പോഴാണ് സാംസ്കാരിക വകുപ്പിന്റെ ഈ വിവാദ തീരുമാനം. കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചത്. മുമ്പ് TV ഷോ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ആ പരിപാടിയുടെ ഭാഗമായി എത്തിയ തന്നോട് മോശമായി പെരുമാറിയെന്ന് 2018 മുതൽ ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇന്ന് നടി മിനു മുനീറും മുകേഷിനെതിരെ ആരോപണമായി രംഗത്തു വന്നു. നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നു. ഇതിലും ഭേദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ട് സർക്കാർ കത്തിക്കുന്നതായിരുന്നു നല്ലതെന്ന് ഷാഫി പറമ്പിൽ MLA പരിഹസിച്ചു. പറയുമ്പോൾ ഞങ്ങൾ ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്കും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് കത്തിച്ചാൽ മതിയായിരുന്നു. അതല്ലെങ്കിൽ സർക്കാർ അതിന് ഒട്ടും ഗൗരവം കൊടുത്തിട്ടില്ല. കോൺക്ലേവ് ആയാലും ചലച്ചിത്ര നയമായാലും സുതാര്യമായ നിലപാട് സർക്കാർ മുന്നോട്ട് വയ്ക്കണം. ആരോപണ വിധേയർ രൂപീകരിക്കുന്ന നയത്തോട് ചലച്ചിത്ര പ്രവർത്തകർ തന്നെ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.